കുത്തകളെ പാലൂട്ടി വളർത്തുന്ന കേന്ദ്ര സർക്കാർ അവരുടെ പക്ഷമേത് എന്ന് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനയിൽ നമുക്ക് മനസ്സിലാക്കാനാവുന്നത് പാവങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞ് എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതുൾപ്പെടെ സാമ്പത്തിക അച്ചടക്കം എന്ന കാര്യം പറഞ്ഞ് ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ പേര് പറഞ്ഞ് ഈ സാധാരണക്കാരിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും കവർന്നെടുത്ത് ഈ സമ്പന്നർക്ക്, വൻകിട വ്യവസായികൾക്ക് വലിയ ഇളവുകൾ നൽകി അതിനുതകുന്ന രീതിയിലുള്ളൊരു ബഡ്ജറ്റ് സംവിധാനമാണ് കേന്ദ്രം ഇപ്പോഴീ ബഡ്ജറ്റിലൂടെ കാഴ്ചവെച്ചിട്ടുള്ളത്. ധനക്കമ്മി കുറക്കാനെന്ന പേരിൽ കർഷകർക്കും തൊഴിലാളികൾക്കും നേരെ നഗ്നമായ ആക്രമണമാണ് ബജറ്റ് നടത്തുന്നത്. പട്ടികജാതി വിഭാഗം, പട്ടികവർഗ വിഭാഗം, അതുപോലെ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, ഗ്രാമവികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യക്ഷേമം എന്നിവയ്ക്കെല്ലാമുള്ള ചെലവുകളിൽ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുകയാണ്. സ്ത്രീകൾക്കായുള്ള പദ്ധതികളിൽ 51,144 കോടിയുടെ വെട്ടിക്കുറവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ രാഷ്ട്രീയ കൃഷി വികാസ് യോജന, അതുപോലെ PM ശ്രീ, PM പോഷൻ, PMJY, PMMSY എന്ന് പറഞ്ഞാൽ PMമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഗ്രാമവികസന, നഗരവികസനം ഉൾപ്പെടെയുള്ള വിള ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള എല്ലാ പദ്ധതികളും വിഹിതം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. വളം, ഭക്ഷ്യം, പെട്രോളിയം എല്ലാ സബ്സിഡികളും കൂടുതൽ വെട്ടിക്കുറക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, ധനകാര്യ കമ്മീഷൻ ഗ്രാൻറ്റുകൾ തുടങ്ങിയവയെല്ലാം വലിയ രീതിയിലുള്ള കുറവാണ് വരുത്തിയിട്ടുള്ളത്. 2,03,801 കോടി രൂപയുടെ കുറവ് ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും അതുപോലെ ധനകാര്യ കമ്മീഷൻ്റെ ഭാഗമായിട്ടുള്ള ഗ്രാൻറ്റിലും കുറവ് വരുത്തിയിരിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ച് വളരെ അപകടകരമായ നിലയിലേക്കാണ് കാര്യങ്ങൾ. പത്രങ്ങളൊക്കെ ഇന്ന് വായിക്കുമ്പോൾ 1,51,000 കോടി രൂപയാണ് വേണ്ടി വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നീക്കി വെച്ചത് 30,000 കോടിയാണ്. സത്യം പറഞ്ഞാൽ 1,25,000 കോടി കഴിഞ്ഞ പ്രാവശ്യത്തിലുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ കുടിശ്ശിക ഉൾപ്പെടെ കൊടുക്കാൻ സാധിക്കുള്ളൂ. 1,25,000 കോടി കഴിഞ്ഞ പ്രാവശ്യം തന്നെ വേണം. അത് 87,000 കോടി മാത്രമേ നീക്കി വെച്ചിട്ടുള്ളൂ. 87,000 കോടി, ബാക്കിയുള്ളത് കുടിശ്ശികയാണ്. ഇപ്രാവശ്യം അവർ തന്നെ പറയുന്നത് 1,51,000 കോടി വേണ്ടി വരുമെന്നാണ്. അതിൽ നീക്കി വെച്ചത് 30,000 കോടി മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് മനുഷ്യരെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായ ഈ തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതി ഒന്നാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇടതുപക്ഷ സമ്മർദ്ദത്തെ തുടർന്നുണ്ടാക്കിയതാണ് യഥാർത്ഥത്തിൽ ഈ നിയമം, ഭരണഘടനാ ഭേദഗതിയിലൂടെ. അത് പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടലാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. നമ്മൾ ആ നിയമം നിർമ്മിച്ച സമയത്ത് തന്നെ ചൂണ്ടിക്കാണിച്ച നിയമം നിർമ്മിച്ചുകൊണ്ടാണ് ഇത് തകർക്കാൻ വേണ്ടി ശ്രമിച്ചത്.